അധ്യായം 28 അൽ ഖസ്വസ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 88. സംഭവ വിവരണങ്ങളെന്നാണ് ഖസ്വസിന്റെ ഭാഷാർത്ഥം. പൂർവിക സമൂഹങ്ങളുടെ ചരിത്രമാണ് ഉദ്ദേശ്യം. 25-ാം സൂക്തത്തിലാണ് ഈ പദം പ്രയോഗിച്ചത്. തൊട്ടു മുമ്പുള്ള അശ്ശുഅറാ, അന്നംല് എന്നീ അധ്യായങ്ങളെ തുടർന്നാണ് ഇത് അവതീർണമായത്. തൊട്ടു മുമ്പുള്ള അധ്യായങ്ങളിലേതു തന്നെയാണ് ഇതിലെയും പ്രമേയം. അത് സമർത്ഥിക്കാനായി മൂസാ നബിയുടെ ചരിത്രം വിശദമായും മറ്റു ചില പ്രവാചകന്മാരുടേത് ഭാഗികമായും സമർപ്പിക്കുന്നു. അവയിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളാൻ സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. تلك آيات الكتاب المبين. ത്വാസീൻ മീം. സുവ്യക്തമായ വേദപുസ്തകത്തിലെ വചനങ്ങളാണിത്. نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. മൂസായുടെയും ഫിർഔന്റെയും ചില വൃത്താന്തങ്ങൾ നാം നിന്നെ വസ്തുനിഷ്ഠമായി ഓതിക്കേൾപ്പിക്കാം. വിശ്വസിക്കുന്ന ജനത്തിനു വേണ്ടിയാണിത്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വായിഫതൻ منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. ഫിർഔൻ നാട്ടിൽ അഹങ്കരിച്ചു നടന്നു. അന്നാട്ടുകാരെ വിവിധ വിഭാഗങ്ങളാക്കി. അവരിലൊരു വിഭാഗത്തെ പറ്റേ ദുർബലമാക്കി. അവരിലെ ആൺകുട്ടികളെ അറുകൊല ചെയ്തു, പെൺമക്കളെ ജീവിക്കാൻ വിട്ടു. അവൻ നാശകാരികളിൽപ്പെട്ടവനായിരുന്നു തീർച്ച.